ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. യെറ്റ് അനദർ വിൻ ഫോർ ഇന്ത്യ അഗൈൻസ്റ്റ് പാകിസ്ഥാൻ. അതെ, ODI മത്സരത്തിൽ മറ്റൊരു വിജയം കൂടി ഇന്ത്യ നേടിയെടുക്കുകയാണ് പാകിസ്ഥാന് മുകളിൽ. 241 റൺസിന്റെ ലക്ഷ്യമായിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയിട്ടുണ്ടായിരുന്ന നിശ്ചിത ഓവറിൽ ഇന്ത്യക്കെതിരെ. പക്ഷേ ഈസി ആയിട്ട് 42.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ സ്കോർ ചെയ്തു. ആൻഡ് കോഹ്ലി സ്കോർഡ് അനദർ സെഞ്ചുറി ഹിയർ. അവസാന സമയത്ത് സെഞ്ചുറി അടിക്കുമോ ഇല്ലയോ എന്നുള്ള കുറച്ച് നാടക മൊമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും എനിവേ പുള്ളി സെഞ്ചുറി അടിച്ച് തന്നെ ഈ ഒരു മാച്ച് അങ്ങ് ഫിനിഷ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ ഒരു ചേസ് ആയിരുന്നു ഇത്. നമുക്ക് പാകിസ്ഥാൻ്റെ ഇന്നിങ്സിൽ നിന്ന് തുടങ്ങാം. ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ പാകിസ്ഥാന് അധികം വിക്കറ്റുകളൊന്നും ഫ്രണ്ട് ലൈനിൽ നഷ്ടമായിട്ടില്ലെങ്കിലും സ്കോർ എടുക്കുന്നതിൽ വമ്പൻ ലാഗ് അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു 40 റൺ 50 റൺ ഷോർട്ടായിട്ടാണ് ഈ ഒരു ഇന്നിങ്സ് അവിടെ നിർത്തിയത്. ഉറപ്പായിട്ടും ഒരു 290 അല്ലെങ്കിൽ 300 അടുത്ത് സ്കോർ ബിൽഡ് ചെയ്യാമായിരുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ പ്ലേയേഴ്സിനെ പൂർണ്ണമായിട്ടും നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാബർ അല്ലെങ്കിൽ റിസ്വാൻ്റെയൊക്കെ ഇന്നിങ്സ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഹോൾഡ് ഓൺ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം കൂടുതലാണ്. അത് സെൽഫായിട്ട് പ്രഷർ ഉണ്ടാക്കാനും കാരണമാണ്. ഈ പറയുന്ന ഷക്കീൽ 76 ബോളിൽ നിന്ന് 62 അടിച്ചിട്ടുണ്ടെങ്കിലും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു താരമാണ്. ആകെ 18 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. ആവറേജ് 24 മാത്രമാണ്. സോ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ ബാറ്റിംഗ് സൈഡിൽ ഇല്ലാത്ത ഈ ബാബർ അസാമിനും റിസ്വാനും ഒക്കെ വൻ തിരിച്ചടി തന്നെയാണ്. എന്തായാലും റിസ്വാൻ 77 ബോളിൽ നിന്ന് 46 റൺസും 26 ബോളിൽ നിന്ന് 23 റൺസുമായിട്ടാണ് ബാബർ അസാം ഡിപ്പാർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുഷ്ദിൽ ഷാ ഇന്നത്തെ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. 38 റൺസ്. കാര്യമായിട്ടുള്ള ഇന്നിങ്സ് ഒന്നും വേറെ ആരുടെ ബാറ്റിൽ നിന്നും പിറന്നിട്ടുണ്ടായിരുന്നില്ല. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് തിരിച്ചടിയായി. ഇന്ത്യൻ ബോളിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഷമി 8 ഓവർ കഴിഞ്ഞ് 43 റൺസ് വഴങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിക്കറ്റുകളൊന്നും തന്നെ എടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹർഷിത് റാണ നല്ല എക്കോണമിയിലാണ് ബോൾ ചെയ്തത്. 3.91. അത് നമ്മുടെ ബോളേഴ്സിൻ്റെ എല്ലാ എക്കോണമി അടിപൊളിയായിരുന്നു. 5.71. അങ്ങനെ ജഡേജയുടെ മാത്രമാണ് എക്കോണമി ഒരു 6 അടുത്ത് പോയിട്ടുള്ളത്. ബാക്കി എല്ലാവരും നല്ല എക്കോണമിയിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ നമുക്ക് ഫൈറ്റ് ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ളൊരു ബാറ്റിംഗ് സൈഡ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ബംഗ്ലാദേശ് മത്സരത്തിലാണെങ്കിലും ഇപ്പോഴത്തെ പാകിസ്ഥാൻ മത്സരത്തിലാണെങ്കിലും ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നിരയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്ത്യയുടെ ബോളിംഗ് നിരയെ എത്രത്തോളം നല്ലതാണ് എന്ന് നമുക്ക് അറിയിക്കാതിരിക്കുന്നുണ്ട്. നല്ലൊരു ബാറ്റിംഗ് നിര വന്നാൽ മാത്രമേ നമ്മുടെ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സ്റ്റിൽ ഷമി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പേസ് ഒന്ന് ഡ്രോപ്പ് ആയതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. ലെറ്റ്സ് സീ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഏർലി വിക്കറ്റ് നഷ്ടമായി. 15 ബോളിൽ നിന്ന് 20 റൺസുമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന രോഹിത് ശർമ്മയുടെ വിക്കറ്റ് അവിടെ നഷ്ടമാകുന്നു. ശേഷം ഗിൽ വിരാട് കോഹ്ലി പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വിരാട് പെർഫെക്റ്റ് ഒരു മൈൻഡ് സെറ്റുമായിട്ടാണ് വന്നത്. അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ കളിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. മനോഹരമായിട്ടാണ് ഒരു ഇന്നിങ്സ് ഫുള്ള് കളിച്ച് തീർത്തിട്ടാണ് നോട്ട് ഔട്ടായിട്ടാണ് സെഞ്ചുറി അടിച്ചിട്ടാണ് പുള്ളി പവലിയനിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ശ്രേയസ് അയ്യറിൻ്റെയും ഒരു ഫാബുലസ് ഇന്നിങ്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഷോർട്ട് ബോളിൽ നല്ലൊരു കൺട്രോൾ ശ്രേയസ് അയ്യർ പോകെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് കംബാക്ക് ശ്രേയസ് അയ്യർ നന്നായിട്ട് തന്നെയാണ് ഷോർട്ട് ബോൾ പിക്ക് ചെയ്ത് കളിക്കുന്നത്. ആൻഡ് ശ്രേയസ് അയ്യറിൻ്റെ വിക്കറ്റ് വീഴുന്നതിന് മുമ്പ് ശ്രേയസ് അയ്യർ ബൗണ്ടറി സ്കോർ ചെയ്തു. അപ്പോൾ കോഹ്ലി എനിക്ക് തോന്നുന്നു 82 84 എന്തോ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർത്തു ഇനി സെഞ്ചുറി അടിക്കില്ലായിരിക്കും എന്നൊക്കെ ഓർത്തു. അത് കഴിഞ്ഞ് ഇതാ ബാറ്റ് ചെയ്യാൻ വരുന്ന ഹാർദിക് പാണ്ഡ്യ. ഓക്കെ, പുള്ളിയുടെ സെഞ്ചുറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് ഞാൻ തീരുമാനിച്ചു. പറഞ്ഞ പോലെ തന്നെ ഹർദിക്ക് വരുന്നു, അവിടെ ബൗണ്ടറി സ്കോർ ചെയ്യുന്നു. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ ഹർദിക്കിൻ്റെ വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോൾ അക്സർ വരുന്നു. അക്സർ വന്ന് ഹോൾഡ് ഓൺ ചെയ്താണ് കളിച്ചത്. എന്തായാലും കോഹ്ലിയുടെ സെഞ്ചുറിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും പറഞ്ഞേക്കാം ആൾക്കാർ ഈ ഒരു മത്സരത്തിൽ സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചു. ആക്ച്വലി ഹി ഡിസേർവ്സ്. ഈ ഒരു മത്സരത്തിൽ സെഞ്ചുറി പുള്ളി അർഹിക്കുന്നുണ്ട്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു മത്സരത്തിൽ കളിച്ചു പോകുന്നത്. എങ്ങനെ പെർഫെക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് ടീമിനെ നശിപ്പിക്കാതെ കറക്റ്റായിട്ട് ഈ ഒരു ചേസ് കൊണ്ടുപോകാമെന്നും അതോടൊപ്പം തന്നെ നോക്കുക, 42.3 ഓവറിൽ ഈ ഒരു ചേസ് കംപ്ലീറ്റ് ആക്കി. ആൻഡ് ഹി സ്കോർഡ് എ സെഞ്ചുറി ടു. 111 ബോളിൽ 110 റൺസാണ് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 90. ODIയിൽ നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് ആണ്, നല്ലൊരു സ്കോർ തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു തോൽവിയോട് കൂടി തന്നെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നാളെ ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പുറത്തു പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും പാകിസ്ഥാനിനെ തിരിച്ച് അവിടോട്ട് ചെല്ലാൻ പറ്റുമോ? ഇത് ദുബായ് വെച്ച് നടന്നത് നന്നായി. അല്ലെ പാകിസ്ഥാനിൽ വെച്ച് വരുന്ന എല്ലാവരും കൂടെ ബോംബിട്ട് കൊന്നതിനില്ല അതിനെ കൂടെ. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടൊരു ചേസ് കാണാൻ സാധിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ പരീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു ബാറ്റിംഗ് യൂണിറ്റ് വന്നാൽ മാത്രമേ എത്രത്തോളം ബെറ്ററാണ് നമ്മുടെ ബാറ്റിംഗ് യൂണിറ്റ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ മുഹമ്മദ് ഷമിയുടെ ആദ്യത്തെ ഓവർ വെച്ചിട്ടല്ല അത് പറയുന്നത്, ഷമിയുടെ ബോളിങ്ങിനെ കുറിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബോളിൽ ഒരു എക്സ്ട്രാ സ്വിങ് ലഭിക്കുന്നതുകൊണ്ടായിരുന്നു കൂടുതലും വൈഡുകൾ പൊയ്ക്കൊണ്ടിരുന്നത്. അത് വെച്ച് മാത്രമല്ല പറയുന്നത്. എന്തോ ഒരു ഡിഫിക്കൽട്ടി ആളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇഞ്ചുറി കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ ഒരു ഇഞ്ചുറിയിൽ നിന്നും പൂർണ്ണമായിട്ടും കളിച്ച് സെറ്റായി വരണം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് അറിയപ്പെടുത്തുക. ഇറ്റ്സ് മീ ഓരോ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.